CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതിനു പിന്നാലെ കാലവർഷം ശക്തമായി. കാറ്റിലും മഴയിലും വ്യാപക നാശം. പൊന്നേർകുളം തീരമേഖലയിൽ ശക്തമായ കടൽക്ഷോഭം. നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. കടൽഭിത്തിക്ക് പിറകിലെ പാലക്കൽ കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിലേക്ക് തിരമാല ഇരച്ചുകയറി. കടപ്പുറം അഞ്ചങ്ങാടി വളവിൽ കടലിൽ നിന്നും ശക്തമായി തിരയടിച്ച് റോഡിലേക്ക് കയറി. റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കാൽനടയാത്രികർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടാകുന്നു. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി കുന്നത്തേരിയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണു. കുറ്റിക്കാട്ട് തോമസിന്റെ ഇരുനില വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. പാലപ്പെട്ടി കാപ്പിരിക്കാടിലെ അലിയാർ പള്ളി കടലേറ്റ ഭീഷണിയിൽ. കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്നാണ് സ്ഥിതി രൂക്ഷമായത്. കനത്ത മഴയിൽ കാട്ടകമ്പാൽ പലാട്ടുമുറി വടക്കേത്തലയ്ക്കൽ ശലമോന്റെ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. ആൾമറയും മോട്ടോറും മറ്റും മണ്ണിനടിയിലായി. കുന്നംകുളത്ത് കാറ്റിലും മഴയിലും വീണ്ടും നാശനഷ്ടം. മരങ്ങൾ വീടിനു മുകളിലേക്ക് വീണ് മേൽക്കൂര തകർന്നു. കുന്നംകുളം ന്യൂ ചർച്ച് റോഡിലെ തെക്കേക്കര വിഹൽപ്പ് ഷാജിയുടെ വീടിനു മുകളിലേക്കാണ് മഴയെ തുടർന്നുണ്ടായ ശക്തമായ കാറ്റിൽ പുളിമരവും തെങ്ങും വീണത്. കടവല്ലൂർ കോട്ടോൽ തെക്കത്ത് മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് വീണു. ശക്തമായ കാറ്റിൽ പൊട്ടിവീണ പോർക്കുളം പഞ്ചായത്ത് വാതക ശ്മശാനത്തിന്റെ വലിയ പുകക്കുഴൽ ക്രെയിൻ ഉപയോഗിച്ച് എടുത്തുമാറ്റി. കേരളം ആരോഗ്യരംഗത്ത് ലോകനിലവാരത്തിലാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഗുരുവായൂർ നഗരസഭയുടെ 3ാമത്തെ ജനകീയാരോഗ്യ കേന്ദ്രം ചോൽപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയപാത 66 ചാവക്കാട് ചേറ്റുവ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ യൂത്ത് കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെങ്ങിൻ തൈ നട്ട് പ്രതിഷേധിച്ചു. 5 ഏക്കറിൽ വിശാലമായ കളിക്കളം ഒരുക്കുന്നതിന് ചാവക്കാട് നഗരസഭ 50 ലക്ഷം രൂപ വിനിയോഗിച്ചാൽ കായിക വകുപ്പ് 50 ലക്ഷം രൂപ നൽകുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. ചാവക്കാട് നഗരസഭാ കളിക്കളത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മൊബൈൽ FSTP വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊന്നയൂർക്കുളം ആൽത്തറ സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. എരുമപ്പെട്ടി മൊട്ടിക്കൽ ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും നടന്നു. വേലൂർ ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സ് സംഘടിപ്പിക്കുന്ന ടാലന്റ് ഹണ്ട് കുട്ടികൾക്കുള്ള വ്യക്തിത്വ നൈപുണ്യ വികസന ശില്പശാലയ്ക്ക് തുടക്കമായി. വേലൂർ അർണോസ് കലാകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കുട്ടികളുടെ എഴുത്തിനിരുത്തൽ വേലൂർ ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ജോൺ നെമ്പ്യുംസാന്റെയും മത്തായി ശ്ലേഹായുടെയും വേളാങ്കണ്ണി മാതാവിന്റെയും കപ്പളയിലെ സംയുക്ത തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ 1500 തിരുശേഷിപ്പുകളുടെ പൊതുദർശനവും വണക്കവും ആരംഭിച്ചു. കടങ്ങോട് പഞ്ചായത്ത് 12ാം വാർഡ് എയ്യാൽ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മരത്തംകോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ വിവിധ പരിപാടികളോടെ നടത്തിവന്നിരുന്ന നവതി വർഷാചരണത്തിന് സമാപനമായി. പോർക്കുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് പരിധിയിലെ തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. എയ്യാൽ ഗ്രാമസഭാ സൗഹൃദ കൂട്ടായ്മയുടെ 3ാമത് പഠനോപകരണ വിതരണവും സ്നേഹാദരവും നടന്നു. കരിക്കാട് ഭട്ടിമുറി മഹാത്മാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അർഹരായ വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണവും 10ാം ക്ലാസ് +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.